നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ നാളെ ഓണമാണ് അല്ലേ? ഓണം പ്രമാണിച്ചിട്ട് ഇന്ന് വരാൻ പാടില്ല എന്ന് എനിക്കറിയാം. അതായത് റെസിപ്പി ആയിട്ട് ഇപ്പോൾ കുറേ ദിവസമായി റെസിപ്പി ഇട്ടിട്ട്, അപ്പോൾ ഓണമായിട്ട് വീണ ചേച്ചിയുടെ വക റെസിപ്പി ഇല്ലേന്ന് കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു ശരി ഇന്ന് എന്തായാലും ഞാൻ വീണാസ് കറികളിൽ വരാമെന്ന്. അപ്പോൾ ഓണ സ്പെഷ്യൽ ഒന്നും പറയാൻ പറ്റില്ല, ഒരു സാധാരണ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അതായത് കോവയ്ക്ക ഫ്രൈ. അപ്പോൾ ഓണത്തിന് മാത്രമല്ല നമുക്ക് സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോവയ്ക്ക ഫ്രൈ ആണ്. ഇത് എൻ്റെ റെസിപ്പി ഒന്നും അല്ല കേട്ടോ, ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുള്ള റെസിപ്പി തന്നെയാണ്. എന്നാലും നമ്മൾ വീണാസ് കറികളിൽ ഇതുവരെ പോസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി ഉണ്ട്, അപ്പോൾ ഈ ഒരു റെസിപ്പി ഇല്ലാത്തതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പം എന്തായാലും തയ്യാറാക്കി നോക്കുക. അപ്പം ഞങ്ങൾക്ക് ഇത്തവണ ഓണമില്ല, പക്ഷെ ഓണം ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും പേരിൽ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. ഹലോ ഡിയേഴ്സ്, നമുക്കപ്പോൾ കോവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ 1/4 കിലോ 250 ഗ്രാം കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് പഴുത്തതും ഉണ്ട് കേട്ടോ, പഴുത്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ കോവയ്ക്ക വളരെ നൈസായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്. ഇതുപോലെ നൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കാരണം നൈസായി അരിഞ്ഞാലാണ് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടുള്ളൂ, ക്രിസ്പി ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി വെക്കുക. അപ്പോൾ നമുക്ക് തലേദിവസം തന്നെ ഇതൊക്കെ അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈസി പെട്ടെന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ഫ്രൈ തയ്യാറാക്കി എടുക്കാം. പിന്നെ ബാക്കിയുള്ള ചേരുവകൾ നോക്കിയാലോ? ഒരു പാത്രം എടുക്കുക, അതിലോട്ട് 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി, കായത്തിൻ്റെ പൊടി 1/4 ടീസ്പൂൺ, ഉപ്പ് ആദ്യം 1/4 ടീസ്പൂൺ ഇടുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് നോക്കിയതിന് ശേഷം മാത്രം എക്സ്ട്രാ ഇട്ട് കൊടുക്കുക. കാരണം ഒരുപാട് ഉപ്പ് ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രൈ കഴിക്കാൻ പറ്റില്ല. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കാശ്മീരി മുളക് കൂടി ഇടണം കേട്ടോ, അത് ലാസ്റ്റ് ഇടാം. നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് 2 ടേബിൾ സ്പൂണോളം അരിപ്പൊടി. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന വറുത്ത അരിപ്പൊടി ഇല്ലേ, അത് ഉപയോഗിക്കാം. ഒരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. സാധാരണ എല്ലാവരും ഈ നമ്മുടെ കോവയ്ക്ക് അല്ലെങ്കിൽ എന്താണ് ഫ്രൈ ചെയ്യേണ്ടത് അതിൻ്റെ മുകളിലോട്ടാണ് ഉപ്പും മുളകും എല്ലാം കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യുന്നത്. പക്ഷെ അതപ്പോൾ ഒരു ഈവൻ ആയിട്ട് അങ്ങ് സ്പ്രെഡ് ആവില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എപ്പോഴുമേ എന്തുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഈവൻ മുളക് നമ്മുടെ മീൻ വറുക്കാനുള്ള മസാല തയ്യാറാക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇത് തയ്യാറാക്കിയതിന് ശേഷം രുചിച്ച് നോക്കിയിട്ടാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡിഷിലോട്ട് ചേർക്കാറുള്ളത്. അല്ലെങ്കിൽ മീനിലേക്ക് എങ്ങനെ ഉപ്പുണ്ടോയെന്ന് അറിയാൻ പറ്റും. അതെനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും ഇങ്ങനെ ചെയ്യുന്ന ഞാൻ പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കുക. ഉപ്പുണ്ട്. ഇത് വേണമെങ്കിൽ നമുക്ക് ആദ്യത്തെ ഒരെണ്ണം ഉണ്ടാക്കി നോക്കിയിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ച് എക്സ്ട്രാ ഇട്ടാൽ മതി ആവശ്യത്തിന്. ഇനി ഇതിലോട്ട് നമുക്ക് നൈസാക്കി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കോവയ്ക്ക് ഇട്ട് കൊടുക്കാം. കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കാം. ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കുകയാണെങ്കിൽ ആ കോവയ്ക്കയിലത്തെ വെള്ളം ഇറങ്ങും. അല്ല ഉപ്പൊക്കെ ചേർക്കുമ്പോൾ കോവയ്ക്കയിൽ നിന്നല്ല ഏത് വെജിറ്റബിൾസിൽ നിന്നാണെങ്കിലും വെള്ളം പുറത്തേക്കൊന്ന് വരും. അപ്പോൾ ഒരു 5 മിനിറ്റ് വെക്കുകയാണെങ്കിൽ നന്നായിരിക്കും. 5, 10, 20 മിനിറ്റ് വെക്കണമെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് തീരെ സമയമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഫ്രൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഈ ഫ്രൈ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ഒരു പച്ചമുളക് വളരെ നൈസാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാതെയും പച്ചമുളകും കറിവേപ്പിലയും തനിയെ ഫ്രൈ ചെയ്തിട്ട് ചേർക്കാറുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ കൂടി ഇടുമ്പോൾ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് അരി ഇരുന്നോട്ടെ. അപ്പോഴേക്കും ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കോളും. അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന കോവയ്ക്ക 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനിതിലോട്ട് അല്പം വെള്ളം കൈ കൊണ്ട് ഇങ്ങനെ തെളിച്ച് കുഴച്ചെടുത്തതാണ്. ഒരുപാട് വെള്ളം ഒരുമിച്ച് ഒഴിച്ച് കഴിഞ്ഞാൽ ആകെ കട്ട പിടിക്കും. അതുകൊണ്ട് ഒരു അല്പം വെള്ളം ഒഴിക്കുക, മിക്സ് ചെയ്യുക, അങ്ങനെ എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഒരുപാടങ്ങ് മസാല വേണ്ട ഇതിന്. കാരണം ഇത് വളരെ നൈസായിട്ടുള്ളൊരു ഐറ്റമാണ്, വെജിറ്റബിൾ ആണ്. അതുകൊണ്ട് മീനിൻ്റെ മസാല പരട്ടണ പോലെ ഒരുപാടൊന്നും മസാല പരട്ടേണ്ട ആവശ്യമില്ല. കളർ കുറവ് പോലെ തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കാശ്മീരി ചില്ലി പൗഡർ ഇതിൽ മേലേക്ക് ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്രൈ ചെയ്താലോ? അതിന് വേണ്ടി ഒരു കടായി അടുപ്പത്ത് വെക്കുക. അതിലോട്ട് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ചൂടാവട്ടെ. നിങ്ങൾക്കിതിപ്പോൾ ഡബിൾ ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒറ്റ ഫ്രൈയിൽ തന്നെ അവസാനിപ്പിക്കുക കേട്ടോ. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലല്ല വെക്കേണ്ടത്, ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് കേട്ടോ. ഒരുപാട് ചൂടുള്ള എണ്ണയിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ വേവില്ല, അതേസമയം പുറത്ത് പെട്ടെന്ന് ക്രിസ്പാവുകയും ചെയ്യും. അത് ശ്രദ്ധിക്കുക. നമ്മൾ ഇട്ട് കൊടുക്കാം. ഒരുപാട് കൂട്ടിയിടണ്ട, ഒരു 3 ബാച്ചായിട്ട് അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ ഇട്ട ഉടനെ തന്നെ ഇളക്കാനും പാടില്ല, അല്ലെങ്കിൽ ആ മസാലയൊക്കെ ഇങ്ങനെ എണ്ണയിലോട്ട് അങ്ങ് സ്പ്രെഡായി പോവും. കുറച്ച് നേരം കഴിഞ്ഞതിന് ശേഷം തിരിച്ചിടാം.
ഇത് നല്ല ക്രിസ്പി ആവുന്ന വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ ഓണായിട്ട് ഒന്നും ഇടാണ്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അനു പറഞ്ഞേടി ഓണായിട്ട് ഇടാതിരിക്കണ്ട. അപ്പോൾ കുറേ പേര് മെസ്സേജ് അയച്ചു, എന്താ ചേച്ചി എന്തെങ്കിലും ഒരു റെസിപ്പി ഇടുന്ന് പറഞ്ഞപ്പോഴാണ് അനു പറഞ്ഞത് നമുക്ക് നീ ഇത് ചെയ്ത് നോക്ക്, നല്ലതാണ് സദ്യയിലൊക്കെ. ഞാൻ കഴിച്ചിട്ടുണ്ട് സംഭവം. ചേന ഫ്രൈ, കോവയ്ക്ക ഫ്രൈ ഒക്കെ നമ്മൾ സദ്യയിൽ കഴിക്കാറുള്ളതാണ്. അപ്പോൾ ഞാൻ വെച്ചത് ഞാൻ ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ ഒരുപാട് പേര് ഓൾറെഡി പോസ്റ്റ് ചെയ്ത റെസിപ്പിയാണ്, നത്തിങ് ന്യൂ. എന്നാലും നമ്മുടെ ചാനലിൽ ഓണായിട്ട് എന്തെങ്കിലും റെസിപ്പി വേണ്ടേ, അതല്ലേ ശരി. അതുകൊണ്ട് ഇട്ടുന്ന് മാത്രം കേട്ടോ. ഓണത്തിന് മാത്രമല്ല, നമുക്കിത് എപ്പോഴാണെങ്കിലും എനിക്ക് തൈര് സാധനത്തിൻ്റെ കൂടെയൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം തൈര് സാധനം എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ സ്പൈസി ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ക്രിസ്പി ആയിട്ടുള്ള ഐറ്റം സൂപ്പറാണ്. അല്ലെങ്കിൽ വേറെ ഒന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് ചോറും തൈരും ഇതും കൂടി കഴിക്കാനും അടിപൊളിയായിരിക്കും. ഇതൊരു 3/4 ഭാഗം ഫ്രൈ ആവുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ചമുളക് മുറിച്ചതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് പച്ചമുളക് ഫ്രൈ ചെയ്തെടുക്കുക, കറിവേപ്പില ഫ്രൈ ചെയ്തെടുക്കുക, അങ്ങനെയും കുഴപ്പമില്ല. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഇതിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ ആഡ് ചെയ്യാനാണ്. അപ്പോഴാണ് ഇതിലോട്ട് ആ മുളക് നന്നായിട്ട് പിടിക്കുകയുള്ളൂ. പിന്നെ ആ ഫ്ലേവറും പച്ചമുളകിൻ്റെയും കറിവേപ്പിലയുടെയും ഫ്ലേവറും കൂടി ഇതിലോട്ട് അങ്ങ് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നമ്മളിതിൽ ചേർക്കുന്ന പൊടിയില്ലേ, അതായത് അരിപ്പൊടി ഓവർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഓവറായി കഴിഞ്ഞാൽ ഈ നമ്മുടെ വെറുതെ അരിപ്പൊടി കഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഫ്രൈ ചെയ്ത അരിപ്പൊടി കഴിക്കുന്ന പോലെ ഉണ്ടാവും, കോവയ്ക്കയുടെ ടേസ്റ്റ് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കോട്ടാവുന്ന രീതിയിൽ മാത്രം അരിപ്പൊടി ഇട്ടാൽ മതി. ചിലവരിങ്ങനെ ഓവറായിട്ട് അരിപ്പൊടി ഇടുന്ന കാണാറുണ്ട്, അത് വലിയ ഗുണം ഉണ്ടാവില്ല. അപ്പോൾ ഏകദേശം ആവാറായിട്ട് ഇനി ഇതിലോട്ട് കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് പച്ചമുളകൊന്നും വേണ്ട, കറിവേപ്പിലയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ആയി വരുന്ന സമയത്ത് നമുക്കിങ്ങ് എടുക്കാം. പിന്നെ ഡബിൾ ഫ്രൈ വേണമെന്നുണ്ടെങ്കിൽ എല്ലാം കോരി മാറ്റിയതിന് ശേഷം ഒറ്റ ട്രിപ്പിന് എല്ലാം ചൂടായിരിക്കുന്ന എണ്ണയിലോട്ട് എല്ലാം കൂടി ഒരുമിച്ചിട്ട് അങ്ങ് പെട്ടെന്ന് തന്നെ കോരി എടുക്കണം. പിന്നെ ഇങ്ങനത്തെ വറുത്ത സാധനങ്ങളൊക്കെ നമ്മൾ വറുത്ത് കോരി അരിപ്പയിലോട്ട് ഇട്ടത് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്രിസ്പി ആയിട്ട് വരും കേട്ടോ. ഓണിയനൊക്കെ ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ, നമ്മൾ ഇതിലിരിക്കുമ്പോൾ ഗോൾഡ് കളർ പോലെ തോന്നും, പക്ഷേ കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിയുമ്പോൾ മീൻസ് അതിൻ്റെ ചൂടാറി കഴിയുമ്പോഴേക്കും നല്ല ബ്രൗൺ കളർ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഫിഷോ എന്ത് ഫ്രൈ ചെയ്യുമ്പോഴും ഓവറായിട്ട് അങ്ങ് കരിക്കാൻ പാടില്ല. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങ് കോരി മാറ്റി ഒരു അരിപ്പയിലോട്ടോ അല്ലെങ്കിൽ കിച്ചൺ ടിഷ്യൂലോട്ടോ ഇട്ട് കൊടുക്കാം. നമ്മളതിൽ കളറൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇത് മതി, ഓവറായിട്ട് കളർ വേണ്ട, ടേസ്റ്റ് ഉണ്ടായാൽ മാത്രം മതിയാവും. അപ്പോൾ ആദ്യത്തെ ബാച്ച് വറുത്ത് കോരിയിട്ടുണ്ടെങ്കിൽ അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. ഇതേ സെയിം സംഭവം നമുക്ക് മീൻ വറുക്കുന്ന പോലെ ചെയ്യാം. അതായത് ഒരു കോവയ്ക്കനെ 3 or 4 കഷ്ണമായിട്ട് നീളത്തിൽ മുറിച്ചതിന് ശേഷം മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് സാധാരണ രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. അത് നല്ലത്, നമ്മൾ വഴുതനങ്ങ ചെയ്യത്തില്ല അതുപോലെ. അപ്പോൾ കുറച്ചും കൂടി ഉള്ളിൽ ഫ്ലഷ് ഉണ്ടാവും, ക്രിസ്പി ആയിരിക്കില്ല എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ഫൈനൽ ബാച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതും കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക ഫ്രൈ കംപ്ലീറ്റ്ലി ഫിനിഷ്ഡ്. അപ്പോൾ ഇത് നമുക്ക് എടുത്താലോ. ഡബിൾ ഫ്രൈൻ്റെ ആവശ്യമില്ല കേട്ടോ, ഞാൻ നോക്കി നല്ല ക്രിസ്പി ആയിരിക്കുന്നുണ്ട്. അപ്പോൾ ഡബിൾ ഫ്രൈ ഞാൻ ചെയ്യുന്നില്ല. ഞാൻ ഒരു പ്രാവശ്യം ഞാൻ ചേന ഫ്രൈൻ്റെ വീഡിയോ ഇടാം കേട്ടോ. അതുകൂടി കഴിഞ്ഞാൽ ഏകദേശം കംപ്ലീറ്റ്ലി സദ്യ സംഭവം ഫിനിഷ്. നമ്മുടെ സൈഡിലൊന്നും ഇത് ചേന ഫ്രൈയും ഇതൊന്നുമില്ല. വടക്കോട്ട് പോകുന്നതോറാണ് ചേന ഫ്രൈ ഒക്കെ അങ്ങനെ സദ്യയിൽ വിളമ്പെന്ന് ഞാൻ കണ്ടിട്ടുള്ളത്. പ്രത്യേകിച്ച് സൽക്കാരയിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത്രേ ഉള്ളൂ പരിപാടി. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ റെഡി മണിയായിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പം ഇത് നമുക്ക് ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം ഞാൻ കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കോവയ്ക്ക ഫ്രൈ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള കോവയ്ക്ക ഫ്രൈ നിങ്ങൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ. ഹാപ്പി ഓണം, എൻജോയ്. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.